മഹാഗുരുവും മഹായോദ്ധാവുമായ ദ്രോണാചാര്യർ പതിച്ചതിന് ശേഷം കൗരവപ്പടയിൽ ഭയത്തിൻ്റെ ഒരു ഇളക്കം തട്ടി. ശേഷം കൗരവപ്പട അവരുടെ മഹാരഥന്മാരോടുകൂടി തിരിഞ്ഞോടുകയായിരുന്നു. എന്നാൽ യുധിഷ്ഠിരൻ അപ്പോഴാണൊരു കാര്യം ശ്രദ്ധിച്ചത്. ഭയന്ന് പിന്തിരിഞ്ഞു പോയ കൗരവപ്പട വീണ്ടും ധൈര്യത്തോടുകൂടി തിരിച്ചു വരുന്നു. ആരാണ് ഭയന്ന കൗരവപ്പടയെ തേജസ്സോടുകൂടി ചേർത്ത് കെട്ടിയേക്കുന്നത്? യുധിഷ്ഠിരൻ്റെ മനസ്സിൽ സംശയമുണ്ടായി. ശേഷം 15-ാം നാൾ എന്തെല്ലാം സംഭവിച്ചു നമുക്ക് നോക്കാം. കുരുക്ഷേത്രം എന്ന സീരീസിൻ്റെ 32-ാമത്തെ എപ്പിസോഡിൽ. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. യുധിഷ്ഠിരൻ ഭയന്ന് പിന്തിരിഞ്ഞോടുന്ന കൗരവസേന തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു. യുധിഷ്ഠിരൻ ചോദിച്ചു, ആരാണ് ഇവർക്ക് ധൈര്യം കൊടുത്തത്? ഇളക്കം തെട്ടിയ കൗരവസേനയെ കൂട്ടിയുറപ്പിച്ചത് ആരാണ്? ആരുടെ ധൈര്യത്തിലാണ് അവർ തിരിച്ചു വരുന്നത്? അവിടെ നിന്നുകൊണ്ട് ഏതോ ഒരാൾ നമ്മുടെ സൈന്യത്തിനെ അതിഭയാനകമായി ആക്രമിക്കുന്നുണ്ട്. ആരാണത്? ഉടനെ അർജുനൻ്റെ ശബ്ദം അവിടെ ഉറക്കെ കേട്ടു. എന്തു പറ്റി ജ്യേഷ്ഠ? ആയുധം വെച്ച ഗുരുവിനെ വഞ്ചിച്ചു കൊന്നതിന് ശേഷം അങ്ങേക്ക് ഭയം തോന്നുന്നുണ്ടോ? ആ വരുന്നത് ആരാണെന്ന് അങ്ങേക്ക് അറിയണമല്ലേ? കൗരവന്മാർ ആരുടെ വീര്യം കണ്ടിട്ടാണോ ഉഗ്രകർമ്മത്തിനൊരുങ്ങി വരുന്നത് എന്ന് അങ്ങേക്ക് അറിയണമല്ലേ? ഇളക്കം തട്ടി ഭയന്നോടിയ കൗരവരെ കൂട്ടിയുറപ്പിച്ച് കൊണ്ടുവരുന്ന ആ മഹാവീരൻ ആരാണെന്ന് അങ്ങേക്ക് അറിയണമല്ലേ? ഞാൻ പറഞ്ഞു തരാം. ശ്രീമാനും ഉഗ്രകർമാവും മഹാബാഹുവുമായ ആ യോദ്ധാവ് കൗരവന്മാർക്ക് എല്ലാവർക്കും എല്ലായ്പ്പോഴും ആശ്രയവുമാണ്, അവർക്ക് കവചവുമാണ്. ഏതൊരുവൻ ജനിച്ചപ്പോഴാണോ ദ്രോണാചാര്യൻ ആയിരക്കണക്കിന് പശുക്കളെ വിപ്രന്മാർക്ക് ദാനമായി കൊടുത്തത്, അവനാണ് വരുന്നത്. നമുക്കെല്ലാവർക്കും പേരിട്ടത് ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളും ഗുരുജനങ്ങളുമായിരിക്കും. എന്നാൽ അവന് പേരിട്ടത് നമ്മളെപ്പോലെ മാതാപിതാക്കളും ഗുരുജനങ്ങളുമല്ല. ജനിച്ച സമയം തന്നെ ഭൂമിയെ തകർക്കുന്നത് പോലെ അവൻ ഉച്ചൈസ്രവസിനെ പോലെ ഗർജിച്ചു. എന്നാൽ കിടിലം കൊണ്ടത് ഭൂമി മാത്രമല്ല, അവൻ്റെ ആ ഒരു ഉച്ചൈസ്രവസിൻ്റെ ഗർജനം പോലത്തെ ഗർജനത്തിൽ 3 ലോകങ്ങളും വിറച്ചു. അത് കണ്ടും മറഞ്ഞു നിന്ന ഭൂതമാണ് അവൻ അശ്വത്ഥാമാവെന്ന് പേരിട്ടത്. ആ അശ്വത്ഥാമാവാണ് വരുന്നത്. ആയുധം വെച്ച് യുദ്ധം ചെയ്യാതെ തേർത്തട്ടിലിരുന്ന് എൻ്റെ ഗുരുനാഥനെയും അവൻ്റെ പിതാവിനെയും മുടിക്ക് കുത്തിപ്പിടിച്ചല്ലേ നിങ്ങളെല്ലാവരും കൂടെ വധിച്ചത്. അതിന് പ്രതികാരം വീട്ടുവാനായിട്ടാണ് അവൻ വരുന്നത്. ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തുകൊള്ളൂ. ഈ കൂടെയുള്ള ക്ഷത്രിയരെ എല്ലാവരെയും ഇവനെ സംരക്ഷിക്കുവാൻ നിർത്തിയാലും, ദൃഷ്ടദ്യുമ്നെ സംരക്ഷിക്കുവാൻ നിർത്തിയാലും, എന്തെന്നാൽ അശ്വത്ഥാമാവെന്ന് പറയുന്ന ക്രോധാഗ്നിയിൽ എല്ലാം നശിച്ചു വെണ്ടീറാവാൻ പോവുകയാണ് എന്നും പറഞ്ഞ് അർജുനൻ ഭയങ്കരമായി അവിടെ പറഞ്ഞു. എന്നിട്ട് യുധിഷ്ഠിരനോട് അർജുനൻ പറഞ്ഞു, സത്യം മാത്രം പറയുന്ന ധർമ്മജ്ഞാനിയാണ് പോലും അങ്ങ്. സ്വന്തം ഗുരുനാഥനെ വധിക്കുവാനായിട്ട് അങ്ങ് കള്ളം പറഞ്ഞില്ലേ? അശ്വത്ഥാമാവെന്ന ആന വധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആന എന്നങ്ങ് പതുക്കെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് അങ്ങ് അദ്ദേഹത്തെ വധിച്ചിരിക്കുന്നത്. ധർമ്മജ്ഞാനിയാണ് പോലും, ധർമ്മജ്ഞാനി എന്നെല്ലാം അർജുനൻ യുധിഷ്ഠിരനെ ഒരുപാട് കുറ്റപ്പെടുത്തി. ദ്രോണരുടെ വധം അർജുനനെ ഒരുപാട് പിടിച്ചു കുടുക്കി. അർജുനൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ തല താഴ്ത്തുകയായിരുന്നു. സംസാരിക്കുന്നത് അർജുനനായതുകൊണ്ട് തന്നെ ഒരു മഹാരഥന്മാരും ഒരക്ഷരം വേണ്ടിയില്ല. കൃഷ്ണൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നു. പെട്ടെന്ന് ഒരു മുഴങ്ങുന്ന ശബ്ദം അവിടെ കേട്ടു. അർജുന! എല്ലാവരും ആ ശബ്ദം വന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ മഹാബാഹുവായ ഭീമസേനനെയാണ് കണ്ടത്. ഭീമസേനൻ പറഞ്ഞു, ഓ, നീ ആയുധമെല്ലാം വെച്ചിട്ട് കാട്ടിലേക്ക് പോയി ഒരു മഹർഷിയായ കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു മോനെ. കാരണം അത്രത്തോളം ധർമ്മപ്രസംഗമാണല്ലോ നീ നടത്തുന്നത്. ഇത്രത്തോളം ധർമ്മപ്രസംഗം നടത്തുന്ന നീ മറന്നുപോയോ നീ ഒരു ക്ഷത്രിയനാരാണെന്ന്? ക്ഷത്രിയ ധർമ്മം എന്താണെന്ന് നിനക്കറിയാവുന്നതല്ലേ? ഒരു ക്ഷത്രിയനെ പോലെയാണ് നമ്മൾ പെരുമാറേണ്ടത് എന്ന് ഭീമസേനൻ പറഞ്ഞു. എന്നിട്ട് ഭീമൻ പറഞ്ഞു, ഒരു യഥാർത്ഥ ക്ഷത്രിയൻ ആരാണെന്നറിയോ? ക്ഷതത്തിൽ നിന്ന് സംരക്ഷിക്കുന്നവൻ, ക്ഷതമേൽപ്പിച്ച് ജീവിക്കുന്നവൻ, സ്ത്രീകളിൽ മര്യാദ പാലിക്കുന്നവൻ, ക്ഷമയുള്ളവൻ, ഇവനാണൊരു ക്ഷത്രിയൻ. ഇതെല്ലാം നിനക്കറിവുള്ളതല്ലേ? എന്നിട്ടും എന്തുകൊണ്ട് ഈ ധർമ്മപ്രസംഗം? നീ യുദ്ധഭൂമിയിലാണ് നിൽക്കുന്നതെന്നും നീ കർമ്മം ചെയ്യാനായി വന്നിരിക്കുന്നതെന്നും എല്ലാം നീ മറന്നുവോ? യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് നീ പറഞ്ഞ കാര്യങ്ങളൊന്നും നിനക്ക് ഓർമ്മയില്ലേ അർജുന? ശത്രുക്കളോട് ശക്തി പോലെ ഏൽക്കുവിനെന്ന്. എന്നിട്ടിപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ യുദ്ധഭൂമിയിൽ നിൽക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഭയമുണ്ട്. അങ്ങനെ പല വികാരങ്ങളോടുകൂടി നിൽക്കുന്ന നമ്മളടുത്ത് ഈ വാക്കുകൾ പറഞ്ഞ് കൂരമ്പ് ഹൃദയത്തെ പിളർക്കുന്നത് പോലെ നീ നമ്മളെ നോവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ജ്യേഷ്ഠനെ കുറ്റം പറഞ്ഞിട്ട് ഈ പെരുമ്പടയുടെ നടുക്ക് നിന്നുകൊണ്ട് സ്വയം ദോഷങ്ങൾ പറയുവാൻ നിനക്ക് ലജ്ജയാകുന്നില്ലേ അർജുന എന്ന് ചോദിച്ചിട്ടും ഭീമൻ്റെ ക്രോധമടങ്ങുന്നില്ല. ഭീമൻ എന്നിട്ട് പറഞ്ഞു, കോപിച്ചാൽ ഈ ഭൂമി ഞാൻ പിളർന്നു കളയും. എൻ്റെ മുഷ്ടികൾ കൊണ്ട് ഞാൻ പർവ്വതങ്ങൾ ഇടിച്ചു തകർക്കും. എൻ്റെ പൊന്നു കെട്ടിയ ഈ ഗത കണ്ടോ? ഈ ഗത കൊണ്ട് മല പോലത്തെ മരങ്ങളെ കൊടുങ്കാറ്റെന്നതുപോലെ ഞാൻ അടിച്ചു പറത്തുന്നതായിരിക്കും. ഇന്ദ്രാദി ദേവതകളോ രക്ഷസുകളോ യമകിങ്കരന്മാരോ ആരോ വന്നോട്ടെ, അതൊന്നും എനിക്ക് വിഷയമല്ല. അസ്ത്രങ്ങൾ കൊണ്ട് അവരെ എല്ലാവരെയും ഞാൻ ഓടിച്ചു കളയും. നിൻ്റെ ജ്യേഷ്ഠനായ ഈ ഭീമസേനനെ നിനക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ്. നിനക്കെന്താ പേടിയാകുന്നു ദ്രൗണിയെ? ഒരു കാര്യം ചെയ്, നീ ആയുധമെടുക്കണ്ട, നീ ഇവിടെ തന്നെ നിന്നോ. എൻ്റെ ഈ ഗത കണ്ടോ? ഈ ഗതയുമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോവാം. ഈ സൈനികരും ക്ഷത്രിയരും എല്ലാവരും ഇവിടെ നിൽക്കട്ടെ. എൻ്റെ ഗതയുമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോവാം. എന്നിട്ട്
എങ്ങനെയാണോ നരസിംഹമൂർത്തി ഹിരണ്യകശ്യപിന് നേരെ ചാടി വീണുവോ അതുപോലെ എൻ്റെ ഈ ഗത കൊണ്ട് ഞാൻ അവനെ അടിച്ചു കൊന്നുകളയാം. നീ അത് കണ്ടുകൊണ്ട് ഇവിടെ നിന്നാൽ മതി, എന്നെ ആരും സംരക്ഷിക്കാൻ വരണ്ട എന്നെല്ലാം ഭീമൻ ക്രോധത്തിൽ അവിടെ നിന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരൻ ഈ പറയുന്നുണ്ടല്ലോ ചുമ്മാ തമാശയ്ക്കായിട്ട് പറയുമല്ല, കടന്ന പ്രയോഗങ്ങൾ പുള്ളി അങ്ങോട്ട് ഇനി കാണിക്കും. അതായത് മേലും കഴിയും നോക്കാതെ. ഭീമൻ ഇങ്ങനെ നിന്ന് പറഞ്ഞപ്പോൾ അർജുനനൊന്നും മിണ്ടിയില്ല. അപ്പോൾ ഭീമൻ ഇങ്ങനെ നിന്ന് പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ ദൃഷ്ടത്തിൽ നിന്ന് കുറച്ച് ധൈര്യം വന്നു. ആശാൻ ഉടനെ പറഞ്ഞു, അർജുന, ഞാൻ ചെയ്തത് അതിലെന്ത് തെറ്റാണെന്ന് നീ പറയൂ. യുദ്ധം ജയിപ്പിക്കുവാനായിട്ടാണ് ഞാനൊരു സർവ്വസൈന്യാധിപരെന്നുള്ള രീതിക്ക് ഇത് ചെയ്തത്. ഈ ഭൂമണ്ഡലം മുഴുവനും അറിയാവുന്നതാണ് ഞാൻ ജനിച്ചത് തന്നെ ദ്രോണരെ വധിക്കുവാനായിട്ടാണ്. അതറിഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം എന്നെ പഠിപ്പിച്ചതും. അല്ല, ഞാൻ ചോദിക്കട്ടെ, നീ ഭീഷ്മ പിതാമഹനെ ശരശയ്യയിൽ കിടത്തിയപ്പോൾ ഈ ചിന്തയൊന്നും നിനക്കില്ലായിരുന്നോ? ഞാൻ എൻ്റെ സഹോദരിയെ മക്കളെയൊക്കെ ഓർത്തിട്ട് മാത്രമാണ് നിന്നെ ഒന്നും ചെയ്യാത്തത്, നിൻ്റെ അടുത്തൊന്നും പറയാത്തതെന്ന്. അതായത് ഈ സാധാരണ വീട്ടിൽ നടക്കുന്ന ഈ തർക്കങ്ങളില്ലേ, അതുപോലെയൊക്കെ ദുഷ്ടത്തിന് സംസാരിക്കുന്നു. ഇതുങ്ങൾ ഈ തമ്മിൽ തന്നെയാണ്. കൃഷ്ണൻ ഇതെല്ലാം നോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവന്മാരെയും കൊണ്ടാണ് ഞാൻ യുദ്ധത്തിനിറങ്ങിയതെന്ന് പറയുന്നൊരു മട്ടിൽ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ദൃഷ്ടദ്യുമ്നൻ കടന്ന രീതിക്ക് ഒരു സംസാരിച്ചു. അവൻ ചാകേണ്ടവനായിരുന്നു, അവൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് ഞാൻ അവനെ കൊന്നു, അവൻ ചത്തു, ദ്രോണൻ ചത്തു, ദ്രോണനെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞു. സ്വന്തം ഗുരുവിനെയാണ് ഇങ്ങനെ പറഞ്ഞത്. അവൻ ചാകേണ്ടവനായിരുന്നു. ഒരു മര്യാദയുമില്ലാതെ ദൃഷ്ടദ്യുമ്നൻ ഇങ്ങനെ സംസാരിക്കുന്നതെല്ലാം കേട്ടപ്പോഴത്തേക്കും കൃഷ്ണൻ, യുധിഷ്ഠിരൻ, ഭീമൻ ഇവർക്കെല്ലാവർക്കും ഒന്ന് ഒരുമാതിരിയായിപ്പോയി. കഷ്ടം, അത്രയ്ക്ക് പറയേണ്ടായിരുന്നു എന്നവരവിടെ നിന്ന് പറഞ്ഞു. അർജുനൻ ഒന്നും മിണ്ടാതെ നിറഞ്ഞ കണ്ണുകളിലും കോപം തിളയ്ക്കുന്നുണ്ട് അർജുനൻ്റെ. പക്ഷേ ഭാര്യയുടെ സഹോദരനായിപ്പോയല്ലോ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അർജുനൻ ഒരു മരക്കട്ടാണ് അവരിങ്ങനെ നിന്നു. ഈ സമയത്ത് എളാ ദുഷ്ട എന്നൊരു വിളി അവിടെ കേട്ടു. ആരാണ്? സാത്വികി. നിനക്ക് നാണമില്ലേ സ്വന്തം ഗുരുവിനെ മുടിക്ക് കുത്തിപ്പിടിച്ച് വധിച്ചത്? സത്യം പറഞ്ഞാൽ ദ്രോണരെ വധിച്ചതല്ല ഇവരുടെ പ്രശ്നം. അത് വളരെ മോശമായിട്ടുള്ള രീതിക്കാണ് ദൃഷ്ടദ്യുമ്നൻ ചെയ്തത്. അവിടെ ആയുധം പരിത്യജിച്ചിരുന്ന ദ്രോണരുടെ മുടിക്ക് കുത്തിപ്പിടിച്ച വധിച്ചത്. അശ്വത്ഥാമാവിൻ്റെയും പ്രശ്നം അത് തന്നെയാണ്. ആചാര്യൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് വധിച്ചിട്ട് അതെടുത്ത് എറിയുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ചെയ്തത് സാത്വികി ചോദ്യം ചെയ്തു. നിനക്ക് ബ്രഹ്മഹത്യ പാപം വന്നിരിക്കുകയാണ്, ഇതൊന്നും പോരാഞ്ഞിട്ട് നീ ഇവിടെ നിന്നുകൊണ്ട് വീമ്പ് പറയുന്നു അല്ലേ? എന്നിട്ട് സാത്വികി മറ്റൊരു കാര്യവും കൂടെ പറഞ്ഞു. എൻ്റെ ഗുരുനാഥനെ വധിച്ചതിന് ശേഷം എൻ്റെ ഗുരുനാഥനോട് കയർത്ത് സംസാരിക്കുവാൻ നിനക്ക് എന്ത് ധൈര്യമുണ്ടടാ എന്ന് പറഞ്ഞു. അപ്പോൾ ദൃഷ്ടദ്യുമ്നൻ ഇതൊക്കെ കേട്ടിട്ടും ഒരു പുച്ഛഭാവത്തിൽ അവിടെ നിൽക്കുന്ന കണ്ടിട്ട് സാത്വികിക്ക് സഹിച്ചില്ല. സാത്വികി ഉടനെ വാളൂരിപ്പിടിച്ച് നീ ഭൂമണ്ഡലത്തിൽ ജീവിച്ചിരിക്കരുത് എന്നും പറഞ്ഞ് ദൃഷ്ടദ്യുമ്നന് നേരെ പാഞ്ഞടുത്തങ്ങ് കയറി. ഇങ്ങനെ പാഞ്ഞു കയറി പോണത് കണ്ട ഉടനെ കൃഷ്ണൻ പറഞ്ഞു, ഭീമൻ ജ്യേഷ്ഠ, പെട്ടെന്ന് അവനെ പിടിച്ചു നിർത്ത്, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞു. ഭീമൻ ഉടനെ രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി ഓടി വന്ന് സാത്വികിയുടെ മുമ്പ് കൈ ഇങ്ങനെ വെച്ചു. സാത്വികി കയ്യും വലിച്ചുകൊണ്ട് പോവുക, കയ്യും തട്ടി കയ്യും വലിച്ചുകൊണ്ട് പോകണം. അപ്പോൾ കയ്യും വലി കാരണം അത്ര ദേഷ്യത്തിൽ സാത്വികി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കും ഭീമനെയും വലിച്ചുകൊണ്ട് പോവുക. 6 സ്റ്റെപ്പ് അങ്ങനെ പോയി. 6ാമത്തെ സ്റ്റെപ്പ് ഭീമൻ കാലുറപ്പിച്ചെന്ന് വന്ന്. കാലുറപ്പിച്ച് നിന്നപ്പോൾ സാത്വികിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. സാത്വികി പതുക്കെ ഭീമനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കി. ഭീമൻ മതിയാ. അപ്പോഴും സാത്വികിയുടെ ക്രോധം അടങ്ങുന്നില്ല. സാത്വികി അങ്ങനെ ചീറി നിൽക്കുന്ന കണ്ടിട്ട് ഭീമൻ സാത്വികിയെ പിടിച്ചിങ്ങനെ മാറ്റിയെന്ന് നിർത്തി. പിടിച്ചു മാറ്റി നിർത്തിയ സമയത്ത് ദൃഷ്ടദ്യുമ്നൻ എങ്ങനെയെങ്കിലും അടി സോൾവാക്കിക്കൊണ്ട് പോവുക. ഇത് കണ്ടപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ മിക്കവാറും ചിന്തിച്ചു കാണും, ഇവന്മാരെയും കൊണ്ടാണല്ലോ ഞാൻ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയത്, ഇത് അവന്മാരുമായിട്ടുള്ള അടിയെക്കാട്ടി അടിയായല്ലോ ഇവിടെ എന്ന് മിക്കവാറും ചിന്തിച്ചിട്ടുണ്ടാകും. കാരണം അങ്ങനത്തെ അവസ്ഥ പാണ്ഡവപ്പടയ്ക്കുള്ളിൽ. അല്ല, അവിടെ കൗരവപ്പട ഇങ്ങനെ പാഞ്ഞെടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പാണ്ഡവപ്പടയുടെ ഒരു അംശത്തിനെ ആക്രമിച്ചു തുടങ്ങി. ഈ സമയം ദൃഷ്ടദ്യുമ്നൻ പറഞ്ഞു, അവനെ വിട്, അവൻ എന്ത് ചെയ്യുമെന്ന് ഞാനൊന്ന് കാണട്ടെ, നോക്കട്ടെ എന്നൊക്കെ ദൃഷ്ടദ്യുമ്നൻ അവിടെ നിന്നുകൊണ്ട് പറയുന്നു. കാരണം പിടിച്ചു മാറ്റാൻ ആളുകളുള്ളപ്പോൾ ചില ആളുകൾക്ക് ധൈര്യം കൂടുമല്ലോ. അടുത്ത് വരുമ്പോഴല്ലേ നാക്കിറങ്ങിപ്പോവുള്ളൂ, ദൂരെ നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര ധൈര്യമാണല്ലോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സഹദേവൻ, ഈ പാണ്ഡവന്മാർക്കിടയിലെ പണ്ഡിതനാണ് സഹദേവൻ അതുപോലെ തന്നെ നല്ലപോലെ പോരാടും, ഒടുക്കത്തെ ആരോഗ്യമാണ്, നല്ല ബുദ്ധിയുമാണ്, നല്ലപോലെ ദേഷ്യം വരികയും ചെയ്യും. അങ്ങനെ സഹദേവൻ ഇത് കേട്ടിട്ട് ഉടനെ തന്നെ രഥത്തിൽ നിന്ന് വന്ന് സാത്വികിയോട് പറഞ്ഞു, അല്ലയോ സാത്വികി, ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ അടികൂടുന്നത് ശരിയാണോ? അന്തകന്മാരും വൃഷ്ണികളും പാഞ്ചാലരും പാണ്ഡവരും, നമ്മൾ ഇത്ര പേരും പോലുള്ള സൗഹൃദം, അത് കടൽ വരെ പോയി തപ്പിയാൽ പോലും അത്രയും നല്ല സൗഹൃദം കിട്ടത്തില്ല. ഈ ഒരു സാഹചര്യത്തിൽ ക്രോധമടക്കിയാലും നമ്മളിങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ശത്രു വന്നുകൊണ്ട് നിൽക്കുകയാണ്, സംഘടിച്ച് പോരാടേണ്ട സമയമാണിത് എന്നെല്ലാം സാത്വികി പറഞ്ഞു. അങ്ങനെ സാത്വികിയല്ല, സഹദേവൻ പറഞ്ഞു. അങ്ങനെ സഹദേവൻ്റെ സമയോചിതമായിട്ടുള്ള സംഭാഷണം കൊണ്ട് സാത്വികിയുടെ ക്രോധമടങ്ങി. ഈ സമയത്ത്
അവിടെ പടയെ തകർത്തു തുടങ്ങി. പാണ്ഡവപ്പട അവിടെ നിന്നുകൊണ്ട് ഏതോ ഒരു ഭൂതത്തിനെ കണ്ടു കണക്ക് നിന്നും അലറി വിളിക്കുന്നു. പാണ്ഡവപ്പടം തകർന്നുകൊണ്ടിരിക്കുകയാണ്, അസ്ത്രങ്ങളുടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പാണ്ഡവപ്പടയ്ക്ക് മേലിൽ. ഇവർ പല ദിശകളിലോട്ട് ഇങ്ങനെ ചിന്നിച്ചിതറി ഓടുന്നതൊക്കെ കണ്ടിട്ട് ഇവർക്ക് പേടിയായി. അപ്പം ഇനി ഒന്നും ചെയ്യാനില്ല, പെട്ടെന്ന് പടകൂട്ടി പോരാട്ടത്തിന് സജ്ജമാകണമെന്നും പറഞ്ഞ് എല്ലാവരും രഥത്തിൽ കയറി അങ്ങോട്ട് പാഞ്ഞു പോകാൻ ഒരുങ്ങിയപ്പോൾ കാണുന്ന കാഴ്ച അശ്വത്ഥാമാവ് വില്ലുയർത്തിപ്പിടിച്ച് ഉഗ്രമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഇങ്ങനെ ഞാനും പിറക്കോട്ട് പിടിച്ച് നിൽക്കുന്നു. അശ്വത്ഥാമാവെന്ന് പറയുമ്പോൾ ഈ തന്ത്രത്തിൽ, ഈ താന്ത്രികമായിട്ടുള്ള കാര്യങ്ങളിൽ സർവ്വ സാമ്രാജ്യാധിപതി എന്ന് പറയുന്ന പദവി വരെ കിട്ടിയിട്ടുള്ള ആളാണ്. എല്ലാ തരത്തിലുള്ള അശ്വത്ഥാമാവിനില്ലാത്ത ഉപാസനകളില്ലെന്നാണ് പറയുന്നത്. എല്ലാ ഉപാസനകളും ഉണ്ട്, എല്ലാമെന്ന് വെച്ചാൽ എല്ലാം. അപ്പോൾ ആ അശ്വത്ഥാമാവ് വില്ലുയർത്തിപ്പിടിച്ച് ആ സമയം ആ ദിവസം അശ്വത്ഥാമാവ് അയച്ച അസ്ത്രങ്ങളും ആയുധങ്ങളും ഒന്നും കേട്ടുകേൾവി പോലുമില്ല സാധാരണക്കാർക്ക്. അതായത് അവിടെ നിൽക്കുന്ന സർവാസ്ത്രജ്ഞാനികളായിട്ടുള്ള ക്ഷത്രിയരല്ലാത്ത ക്ഷത്രിയർ, ദിവ്യാസ്ത്രങ്ങൾ അറിയുന്നവർക്ക് പോലും അശ്വത്ഥാമാവ് പ്രയോഗിച്ച ദിവ്യാസ്ത്രങ്ങളും ആയുധങ്ങളും എന്താണെന്ന് പോലും ഇവർക്ക് അറിയാൻ പറ്റുന്നില്ല. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അശ്വത്ഥാമാവ് പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ അശ്വത്ഥാമാവ് ഉഗ്രമന്ത്രങ്ങളാണ് ജപിക്കുന്നതെന്ന് മനസ്സിലായി. കാരണം ആ മന്ത്രം ജപിച്ച സമയത്ത് അശ്വത്ഥാമാവ് നിന്നങ്ങോട്ട് തിളങ്ങാൻ തുടങ്ങി. അശ്വത്ഥാമാവിൻ്റെ മുഖം നല്ലതുപോലെ ക്രോധത്തിൽ നിൽക്കുകയാണ്. ആൾ നല്ല സുന്ദരനാണ്. പക്ഷെ സുന്ദരനാണെങ്കിൽ പോലും ഈ സമയത്ത് അശ്വത്ഥാമാവിനെ നോക്കുമ്പോൾ പേടിയാവുന്നു. അശ്വത്ഥാമാവിൻ്റെ കയ്യിലുള്ള വില്ല്, ആ വില്ല് ഭയങ്കരമായി വെട്ടിത്തിളങ്ങുക. ആ വില്ലിൽ ഞാണ് പിറക്കോട്ട് വലിച്ചപ്പോൾ അവിടെ ഒരു ദിവ്യാസ്ത്രം രൂപപ്പെട്ടു. ആ ദിവ്യാസ്ത്രത്തിൻ്റെ രൂപം കണ്ടിട്ട് അവിടെയുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ സർവാസ്ത്രജ്ഞാനികളായിട്ടുള്ള ആളുകൾക്കൊരു ഐഡിയ കിട്ടിത്തുടങ്ങി അതെന്ത് ദിവ്യാസ്ത്രമാണെന്ന്. അങ്ങനെ അശ്വത്ഥാമാവ് നാരായണാസ്ത്രത്തെ പൂർണ്ണമായും ആവാഹിച്ചു. എന്നിട്ട് ആ നാരായണാസ്ത്രത്തെ ഒരു ഗർജനത്തോടുകൂടി അശ്വത്ഥാമാവ് ആകാശത്തിലേക്ക് അയച്ചു. എല്ലാവരും നോക്കി നിന്നപ്പോൾ നാരായണാസ്ത്രം ആകാശത്തിലേക്ക് വന്നൊരു വിസ്ഫോടനം സംഭവിച്ചു. വിസ്ഫോടനം സംഭവിച്ചിട്ട് അവിടെ കറങ്ങുന്നൊരു വലിയ ചക്രമുണ്ടായി, തേജസ് കൊണ്ട് നിർമ്മിതമായിട്ടുള്ളൊരു ചക്രം. ഇത് കണ്ടിട്ട് എല്ലാവരും ഭയന്നു. പിന്നെ ഇവർ കാണുന്ന കാഴ്ച, ആ ചക്രം ഇങ്ങനെ പതുക്കെ കറങ്ങി 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 പെട്ടെന്ന് നാനാദിശകളിലോട്ട് അസ്ത്രങ്ങളങ്ങ് തെറിക്കാൻ ഒരുങ്ങി. അങ്ങനെ പാണ്ഡവപ്പടയിലോട്ട് അസ്ത്രങ്ങളിങ്ങനെ തെറിക്കുക. അസ്ത്രങ്ങൾ മാത്രമല്ല, കുന്തങ്ങൾ, ചക്രങ്ങൾ, ഗദകൾ, വാള്, അതുപോലെ പലതരത്തിലുള്ള വാളുകൾ, ഇരുമ്പുലക്കകൾ, കുന്തങ്ങൾ, വേലുകൾ, ശതാഗ്നികൾ, അങ്ങനെ കേട്ടിട്ടില്ലാത്ത ആയുധങ്ങളൊക്കെ ഈ ഒരു നാരായണാസ്ത്രത്തിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആയുധമെടുത്ത് നാരായണാസ്ത്രത്തെ തടുക്കാൻ നിൽക്കുന്ന ആളുകൾ അങ്ങോട്ടേക്ക് കൂടുതൽ അസ്ത്രങ്ങൾ പോകുന്നു. ആക്രമിക്കാത്ത ആളുകളെക്കാട്ടിയും കൂടുതൽ ഈ അസ്ത്രത്തിനെ പ്രതിരോധിക്കാനായിട്ട്, ഈ അസ്ത്രത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ആളുകളിലോട്ട് കൂടുതൽ അസ്ത്രങ്ങൾ അയക്കുന്നു. ഇതിനു പുറമേ നാരായണാസ്ത്രത്തിൽ നിന്ന് വല്ലാത്തൊരു ഊർജം വന്നിട്ട് ആ ഊർജം കുറേ സംഭവങ്ങളെ ചുട്ടുകരിക്കുന്നു. ഇതൊരു പരിധി വിട്ട് പോയപ്പോൾ കൃഷ്ണൻ ഉടനെ പറഞ്ഞു, കാരണം കൃഷ്ണൻ നാരായണനാണല്ലോ, ഉടനെ തന്നെ കൃഷ്ണൻ പറഞ്ഞു, എല്ലാവരും ആയുധം വെച്ച് കീഴടങ്ങിക്കൊള്ളുക. ആരും ഒരു തരത്തിലുള്ള ശസ്ത്രങ്ങളും ആയുധങ്ങളും കയ്യിൽ പിടിച്ചിട്ടുണ്ടാവരുത്. എല്ലാവരും അവരുടെ ഗജങ്ങളിൽ നിന്നും കുതിരകളിൽ നിന്നും രഥങ്ങളിൽ നിന്നും നിലത്തേക്കിറങ്ങി ആയുധങ്ങൾ വെച്ച് കീഴടങ്ങിയിട്ട് നാരായണാസ്ത്രത്തെ സ്വയം നാരായണനായി കണ്ടുകൊണ്ട് തൊഴുത് സാഷ്ടാംഗം പ്രണമിക്കാൻ പറഞ്ഞു. ഈ സമയത്ത് നാരായണാസ്ത്രത്തിൽ നിന്ന് അസ്ത്രങ്ങളിങ്ങനെ വർഷിച്ചുകൊണ്ട് എല്ലാവരുടെ രഥങ്ങളിലും ഗജങ്ങളിലും ഒക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അർജുനൻ്റെ രഥത്തിലൊക്കെ നല്ലപോലെ കയറുന്നുണ്ട്, വന്ന് കയറി. അങ്ങനെ എല്ലാവരും കൃഷ്ണൻ പറഞ്ഞുടനെ തന്നെ രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി ആയുധങ്ങളെല്ലാം വെച്ചു. അർജുനൻ ആയുധം വെച്ചു. എല്ലാവരും തൊഴുതിങ്ങനെ സാഷ്ടാംഗം പ്രണമിച്ചു. ഒരൊറ്റ രഥം, ആ ഒരൊറ്റ രഥത്തിലെ ഒരൊറ്റ യോദ്ധാവ് ഗർജിച്ചുകൊണ്ട് അപ്പോഴും ആയുധം ഉയർത്തിപ്പിടിച്ച് തന്നെ നിന്നു. ആ യോദ്ധാവിൻ്റെ കൊടിയടയാളമായി ഉണ്ടായിരുന്നത് വെള്ളി സിംഹമായിരുന്നു. സിംഹധ്വജനായിട്ടുള്ള ഭീമസേനൻ അപ്പോഴും ആയുധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അലറിക്കൊണ്ട് ഭീമസേനൻ പറയുന്നു, ഇല്ല, ആരും ആയുധം വെക്കരുത്. ധീരന്മാരും വീരന്മാരുമായിട്ടുള്ള ഒരൊറ്റ യോദ്ധാക്കളും ആയുധം വെക്കരുത്. ഞാൻ വെക്കത്തില്ല, ഞാനൊരു യോദ്ധാവാണ് എന്നും പറഞ്ഞ് ഭീമൻ വില്ലുയർത്തിപ്പിടിച്ചുകൊണ്ട് അസ്ത്രമേതുകൊണ്ടിരുന്നു. ഭീമൻ ഒഴികെ മറ്റുള്ളവരെല്ലാവരും, പാണ്ഡവപക്ഷത്തിലെല്ലാവരും ആയുധം നിലത്ത് വെച്ചു. മരണം മുന്നിൽ കണ്ടിട്ട് പോലും ഭീമൻ ഭയന്നില്ല. ഭീമൻ ആയുധം ഉയർത്തിക്കൊണ്ട് അസ്ത്രങ്ങളെ ഇത് നാരായണാസ്ത്രവുമായി പോരാടിക്കൊണ്ടിരുന്നു. എല്ലാവരും പറയുന്നു, മഹായോദ്ധാവായ ഭീമസേന, സർവശക്തനായ ഭീമസേന, ജ്യേഷ്ഠ ഭീമസേന, ഭീമൻ ജ്യേഷ്ഠ ഭീമ എന്ന് യുധിഷ്ഠിരൻ വിളിക്കുന്നു. നിലത്തേക്കിറങ്ങിയാലും ഭീമൻ വിട്ടുകൊടുക്കുന്നില്ല. ഭീമൻ നാരായണാസ്ത്രവുമായി പോരായിരുന്നു. നാരായണാസ്ത്രത്തിൽ നിന്ന് വർഷിക്കുന്ന അസ്ത്രങ്ങൾ ഭീമൻ്റെ ദേഹത്തേക്ക് തറച്ചു നിന്നപ്പോൾ പർവ്വതത്തിലേക്ക് മരങ്ങൾ ഇങ്ങനെ തറച്ചിരുന്നത് പോലെയായിരുന്നു. അതുപോലെ അസ്ത്രങ്ങൾ ഭീമൻ്റെ ദേഹത്ത് കയറി. ഭീമൻ അപ്പോഴും തകർന്നില്ല. ഭീമൻ പോരാടിക്കൊണ്ടിരുന്നു. ഭീമൻ്റെ അലർച്ച അവിടെ ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു.
അപ്പോൾ ഒരാൾ മാത്രം നാരായണാസ്ത്രത്തെ ആക്രമിച്ചപ്പോൾ നാരായണാസ്ത്രം പൂർണ്ണമായും ഭീമനെ ആക്രമിക്കാനൊരുങ്ങി. ഭീമൻ അപ്പോഴും ശസ്ത്രം കീഴെ വെച്ചില്ല. ഭീമൻ തൻ്റെ രഥത്തിൽ നിന്നുകൊണ്ട് ആയുധങ്ങൾ ഇങ്ങനെ വർഷിച്ചു കൊണ്ടിരുന്നു. ഈ സമയം നാരായണാസ്ത്രത്തിൻ്റെ ഊർജ്ജം ഭീമനെ ഇങ്ങനെ കവർ ചെയ്യാൻ നിന്നു. ആ സമയം ഭീമൻ്റെ ദേഹത്ത് മുറിപ്പാടുകൾ ഉണ്ടായി തുടങ്ങി. ആ ഊർജ്ജത്തിൽ നിന്ന് പൊള്ളലുകൾ ഏറ്റു തുടങ്ങിയെന്ന് മനസ്സിലാക്കിയ അർജുനൻ അതിവിദഗ്ധമായി പെട്ടെന്ന് മന്ത്രജപം നടത്തി വായവ്യാസ്ത്രം ഭീമന് നേരെ അയച്ച് ഭീമന് വായവ്യാസ്ത്രത്തിൻ്റെ ഒരു ആവരണം തീർത്തു, ഒരു കവചം തീർത്തു. എന്നിട്ടുകൂടി നാരായണാസ്ത്രം അടുത്തു വരുന്നു. ഭീമൻ അപ്പോഴും ആയുധം നിലത്ത് വയ്ക്കുന്നില്ല. ഇത് കണ്ട ഉടനെ കൃഷ്ണൻ ഇങ്ങേർക്കിത് എന്താ പ്രശ്നം എന്നും പറഞ്ഞ് ചാടി എണീച്ചു. കൃഷ്ണനും അർജുനനും ഭീമസേനൻ്റെ അടുത്തോട്ട് ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ എല്ലാവരും ഭയന്നു. കാരണം സർവ്വതും ചുട്ടുകരിക്കുന്ന രീതിയിലുള്ള നാരായണാസ്ത്രത്തിൻ്റെ ഊർജ്ജം ഭീമൻ നിൽക്കുന്ന സ്ഥലത്ത് കൂടുതലാണ്. എന്നാൽ ആ സമയത്ത് കൃഷ്ണൻ നാരായണനാണല്ലോ. അദ്ദേഹത്തിൻ്റെ യോഗശക്തി കൊണ്ടും ധ്യാനശക്തി കൊണ്ടുമെല്ലാം ഒരു ആവരണം തീർത്തു. അർജുനൻ നരനാണെങ്കിൽ പോലും ഈ ജന്മത്തിൽ ഒരുപാട് ഉപാസനകളും പ്രാർത്ഥനകളും മന്ത്രജപങ്ങളും അതുപോലെ ഒരുപാട് തപസ്സുകളും ചെയ്തിട്ടുണ്ട് അർജുനൻ. അപ്പോൾ തൻ്റെ തപോശക്തി കൊണ്ടും യോഗശക്തി കൊണ്ടും ഇവർ രണ്ടുപേരും ആ ഒരു ഊർജ്ജത്തിൻ്റെ അകത്തേക്ക് പോയി. ഇതിന് പുറമേ വായവ്യാസ്ത്രമല്ല വരുണാസ്ത്രം കൊണ്ടൊരു വ്യൂഹമല്ല ഒരു കവചവും ഒരു ആവരണവും അതിനുള്ളിൽ തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ഊർജ്ജവും വരുണാസ്ത്രത്തിൻ്റെ ആ ഒരു ആവരണവും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഇവർക്കൊന്നും പറ്റിയില്ല. ഇവരകത്ത് കയറി ചെന്നിട്ട്, അതായത് ഈ ഒരു ഊർജ്ജത്തിൻ്റെ അകത്ത് കയറി ചെന്നിട്ട് ഭീമൻ ആ സമയത്ത് അവിടെ എന്നും പറഞ്ഞൊന്ന് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ദേഹത്തൊക്കെ അസ്ത്രം തളച്ച് കയറിയിട്ടുണ്ട്. ഇവർ പറഞ്ഞു, ഭീമ ഇറങ്ങി വാ. അർജുനൻ പറഞ്ഞു, ചേട്ടാ ഇറങ്ങി വാ, എന്തായി കാണിക്കുന്നത്, ഇറങ്ങി വേഗമെന്ന് പറഞ്ഞു. ഭീമൻ നിൽക്കുന്നില്ല, ഒരു കാരണവശാലും നിൽക്കത്തില്ല. ഭീമൻ്റെ അടുത്ത് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് ഭീമൻ വരാത്തത് കണ്ടുടനെ കൃഷ്ണൻ തൻ്റെ കൈ കൊണ്ട് ഭീമൻ്റെ കയ്യിൽ ഒരു പിടുത്തം പിടിച്ചു. എന്നിട്ട് ഭീമനെ രഥത്തിൽ നിന്ന് വലിച്ചിറക്കി. ഭീമനെ രഥത്തിൽ നിന്ന് വലിച്ചിറക്കിയ സമയത്ത് ഭീമൻ മനസ്സിലാക്കി തൻ്റെ കസിൻ ബ്രദർ എപ്പോഴും തൻ്റെ അനുജൻ്റെ കൂടെയുള്ള, എപ്പോഴും തൻ്റെ കുടുംബത്തിൻ്റെ കൂടെ സ്നേഹത്തോടെ ഇങ്ങനെ ചിരിച്ച് ഹാപ്പിയായിട്ട് കൂടെ നിൽക്കുന്ന തൻ്റെ കസിൻ ബ്രദർ നല്ല ആരോഗ്യവും ശക്തിയുമുള്ള ഒരാളാണെന്ന് ഭീമൻ അന്ന് മനസ്സിലാക്കി. ഭീമനെ കൃഷ്ണൻ കൂട്ടിപ്പിടിച്ചു, അർജുനനും പിടിക്കുന്നുണ്ട്. എന്നിട്ട് വലിച്ചിഴച്ചു കൊണ്ടുവരുന്നു. ഭീമൻ ആ സമയത്തും ക്രോധത്തിൽ അലറി ഇങ്ങനെ ചീറുകയാണ്. ആ പിടുത്തം പൊട്ടിക്കാനായിട്ട് ഭീമൻ കിടന്ന് ചീറുകയാണ്. ഭീമൻ്റെ ആ ഒരു പോരാട്ടവീര്യം അപ്പോഴും അടങ്ങുന്നില്ല. ഇതുപോലൊരു ദിവ്യാസ്ത്രം തന്നെ ആക്രമിച്ചിട്ടും ഭീമൻ വിട്ടുകൊടുക്കുന്നില്ല. യുദ്ധം അവസാനം വരെയും പോരാട്ടം, ഞാൻ പിന്തിരിഞ്ഞോടത്തില്ല, ഞാൻ പിന്തിരിയത്തില്ല എന്നുള്ള രീതിയിൽ ഭീമൻ കുതിറയാണ്. കൃഷ്ണൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്, കുതിറയിട്ട് എന്ത് കാര്യം? അങ്ങനെ പിടിച്ച് ബലമായിട്ട് ഭീമനെ നിലത്തിരുത്തി. എന്നിട്ട് ഭീമൻ്റെ ആയുധങ്ങളും കൃഷ്ണൻ വലിച്ചങ്ങ് കളഞ്ഞു. ഈ സമയം നാരായണാസ്ത്രം ശാന്തമായെങ്കിൽ പോലും ഒരുപാട് നാശനഷ്ടങ്ങൾ നാരായണാസ്ത്രം ഉണ്ടാക്കി. ഇത് കണ്ടുടനെ ദുര്യോധനൻ, അടിപൊളി, അശ്വത്ഥാമാവേ ഒരു തവണ കൂടെ പ്രയോഗിക്കി, കൊള്ളാമല്ലോ, ചുമ്മാ നിന്നാൽ മതിയല്ലോ, നാരായണാസ്ത്രം എല്ലാം തീർത്തോടുമല്ലോ. അശ്വത്ഥാമാവ് ദുര്യോധനനെ ഇങ്ങനെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞ്, രാജാവേ ദുര്യോധന, ഇതൊരു തവണയേ പ്രയോഗിക്കാവുള്ളൂ. ഈ ദിവ്യാസ്ത്രം ഞാൻ തിരിച്ചു വരുത്തിയാൽ അത് തൊടുക്കുന്നവൻ ആപത്തായിരിക്കും. അതുകൊണ്ട് ആ ദിവ്യാസ്ത്രം വീണ്ടും ഞാൻ പ്രയോഗിക്കത്തില്ല എന്ന് പറഞ്ഞു. ഉടനെ ദുര്യോധനൻ പറഞ്ഞു, ശരി, അങ്ങ് പറഞ്ഞതിലും കാര്യമുണ്ട്. എന്നാൽ അങ്ങയുടെ കയ്യിൽ വേറെയും ശക്തമായിട്ടുള്ള ദിവ്യാസ്ത്രങ്ങളുണ്ടല്ലോ. അങ്ങനത്തെ ഒരു ദിവ്യാസ്ത്രം പ്രയോഗിച്ച് പാണ്ഡവരുടെ സേനയെ തകർത്ത് കളഞ്ഞാലും അങ്ങയുടെ അച്ഛനോട് ചെയ്ത ക്രൂരത അങ്ങേക്ക് ഓർമ്മയില്ലേ എന്ന് പറഞ്ഞു. ദുര്യോധനനുമായിട്ടുള്ള സംഭാഷണത്തിന് ശേഷം അശ്വത്ഥാമാവ് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് തൻ്റെ പിതാവായ ദ്രോണാചാര്യരെ വധിച്ച ദൃഷ്ടദ്യുമ്നനെയാണ്. ദൃഷ്ടദ്യുമ്നനെ കണ്ടുടനെ അശ്വത്ഥാമാവിൻ്റെ ക്രോധം കൊടുമ്പിരി കൊണ്ടു. അശ്വത്ഥാമാവിൻ്റെ മനസ്സിൽ തൻ്റെ അച്ഛൻ്റെ മുടിക്ക് കുത്തിപ്പിടിക്കുന്ന ദൃഷ്ടദ്യുമ്നനെ മാത്രമേ അവിടെ കാണാൻ കഴിഞ്ഞുള്ളൂ. ക്രോധം കൊടുമ്പിരി കൊണ്ടിട്ട് അശ്വത്ഥാമാവ് അവിടെ നിന്നുകൊണ്ട് അലറി. എന്നിട്ട് പൈശാചികമായി അലറിക്കൊണ്ട് ദൃഷ്ടദ്യുമ്നന് നേരെ ശരവർഷം തൂക്കി. ദൃഷ്ടദ്യുമ്നന് നേരെ അസ്ത്രങ്ങൾ അയക്കുന്നു. ദൃഷ്ടദ്യുമ്നൻ ആ അസ്ത്രങ്ങളെ തടയാൻ ശ്രമിക്കുന്നുവെങ്കിൽ പോലും ഒരു പരിധിക്കപ്പുറം ദ്രോണരുടെ പുത്രന് മുന്നിൽ ദൃഷ്ടദ്യുമ്നന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇതിനിടയിൽ അശ്വത്ഥാമാവ് ഇടയ്ക്കിടയ്ക്ക് ഗർജിക്കുന്നുണ്ട്. ആ ഗർജനത്തിൽ ഭൂമി പ്രകമ്പനം കൊള്ളുന്നു. പാഞ്ചാല ദേശത്തുള്ള സൈനികർ നാനാ ദിശയിലേക്ക് ഓടിത്തുടങ്ങി. ദൃഷ്ടദ്യുമ്നൊരു പിടുത്തവും കിട്ടാത്ത അവസ്ഥ. ഇത് കണ്ടുടനെ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി ആര്? സാത്യകി. ദൃഷ്ടദ്യുമ്നനെ രക്ഷിക്കുവാനായിട്ട് പാഞ്ഞെത്തിയ സാത്യകി അശ്വത്ഥാമാവിന് നേരെ അസ്ത്രങ്ങൾ എയ്തു. ഒന്നിനു പിന്നാലെ ഒന്നായി 50-60 അസ്ത്രങ്ങൾ സാത്യകി അശ്വത്ഥാമാവിന് നേരെ അയച്ചു. എന്നാൽ അശ്വത്ഥാമാവ് ഒരു പൈശാചിക മനോഭാവത്തിൽ അട്ടഹസിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, സാത്യകി, എല്ലാ പ്രാവശ്യവും പോലെ ഇവനെ സംരക്ഷിക്കാമെന്ന് നീ വിചാരിക്കേണ്ട. നിന്റെ ഗുരുനാഥനായിരുന്നു എൻ്റെ പിതാവ്. ആ പിതാവിനെ വധിച്ച ഇവനെ എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല എന്നും പറഞ്ഞ് സാത്യകിക്ക് നേരെ അശ്വത്ഥാമാവ് കടുത്ത രീതിക്ക് അസ്ത്രങ്ങൾ അയച്ചു.
ആ ഭയാനകമായിട്ടുള്ള കൈവേഗത്തിൽ അശ്വത്ഥാമാവ് തൊടുത്ത അസ്ത്രങ്ങൾ സാത്വികിയുടെ ചട്ട പിളർന്നുള്ളിൽ കയറി. സാത്വികി ദേഹത്തു നിന്ന് ചോര വാർന്ന് ഇങ്ങനെ ആ ഒരു രഥത്തിൽ പിടിച്ചു നിന്നു. സാത്വികി തൻ്റെ രഥത്തട്ടിൽ തളർന്നു വീണു. ഇത് കണ്ട സാത്വികിയുടെ സാരഥി ഉടനെ തന്നെ അവിടെ നിന്ന് ആ രഥം ദൂരേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അശ്വത്ഥാമാവ് അടങ്ങുന്നില്ല. ദൃഷ്ടദ്യുമ്നൻ്റെ നെറ്റിത്തടത്തിൽ പുരികത്തിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് അസ്ത്രം എയ്തു വിട്ടു. എന്നിട്ട് വീണ്ടും ദൃഷ്ടദ്യുമ്നന് നേരെ അസ്ത്രം അയച്ചു. വീണ്ടും അസ്ത്രങ്ങൾ ദൃഷ്ടദ്യുമ്നന് നേരെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ദൃഷ്ടദ്യുമ്നനൊടുവിൽ തളർന്ന് ആ ഒരു കൊടിയുടെ ദണ്ടിൽ പിടിച്ചിങ്ങനെ നിന്നു. ഇത് കണ്ടുടനെ പാണ്ഡവ പക്ഷത്തിൽ നിന്ന് 5 രഥങ്ങൾ പാഞ്ഞു വന്നു. അതിലൊന്നിലുണ്ടായിരുന്നത് സാക്ഷാൽ വാസുദേവൻ ശ്രീകൃഷ്ണൻ തെളിക്കുന്ന അർജുനൻ്റെ രഥമായിരുന്നു. മറ്റൊന്നിലാകട്ടെ സിംഹത്തിൻ്റെ കൊടിയടയാളമുള്ള ഭീമസേനനും, പിന്നെ ഉണ്ടായിരുന്നത് ചേതി ദേശത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു രാജകുമാരനും, പൗരവനായ വൃദ്ധക്ഷത്രനും, അതുപോലെ മാളവദേശത്തിൽ നിന്ന് വന്നിട്ടുള്ള സുദർശനനുമായിരുന്നു. ഇവരൊക്കെ അശ്വത്ഥാമാവിന് നേരെ അസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങി. എന്നാൽ അശ്വത്ഥാമാവ് ക്ഷണനേരം കൊണ്ട് ഇവർക്കൊക്കെ ഇട്ട് തിരിച്ച് അസ്ത്രങ്ങൾ അയച്ചു. എന്തിനേറെ പറയുന്നു, കൃഷ്ണന് നേരെയും അശ്വത്ഥാമാവ് അസ്ത്രങ്ങൾ അയച്ചു. ഒന്നിനു പിന്നാലെ ഒന്നായി ഒരാളെപ്പോലും വെറുതെ വിടാതെ അശ്വത്ഥാമാവ് ഇങ്ങനെ അസ്ത്രമെയ്ത് കൊണ്ടിരുന്ന ഈ ഒരു സമയത്ത് സുദർശനൻ എന്ന രാജകുമാരൻ്റെ കൈയും തലയും അശ്വത്ഥാമാവ് വിച്ഛേദിച്ചു. എന്നിട്ട് ഒരു കുന്തമെടുത്ത് പൗരവനായിട്ടുള്ള വൃദ്ധക്ഷത്രന് നേരെ എറിഞ്ഞു. ആ കുന്തം വൃദ്ധക്ഷത്രൻ്റെ അടുത്തെത്തുന്നതിന് മുൻപ് തന്നെ അശ്വത്ഥാമാവ് വില്ലെടുത്ത് വൃദ്ധക്ഷത്രൻ്റെ സാരഥിയെയും കുതിരകളെയും വധിച്ചു. അടുത്ത നിമിഷം ഈ കുന്തം വന്ന് വൃദ്ധക്ഷത്രൻ്റെ ദേഹത്ത് കയറി വൃദ്ധക്ഷത്രനെയും വധിച്ചു. പിന്നീട് അശ്വത്ഥാമാവ് നോക്കിയപ്പോൾ അവിടെ ചേതി ദേശത്തു നിന്ന് വന്ന രാജകുമാരനായിരുന്നു. ആ രാജകുമാരൻ നേരെയും അസ്ത്രങ്ങൾ അയച്ച് 2 കൈകളും തലയും അശ്വത്ഥാമാവ് തെറിപ്പിച്ചു. എന്നിട്ട് ആ ഒരു രാജകുമാരൻ്റെ സാരഥിയെയും കുതിരകളെയും അശ്വത്ഥാമാവ് വധിച്ചു. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് അശ്വത്ഥാമാവ് അലറി വിളിച്ചു. എല്ലാവരെയും അശ്വത്ഥാമാവ് പ്രഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആർക്കും അശ്വത്ഥാമാവിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. പാഞ്ചാലർ ഭയന്നു. പതിവിന് വിപരീതമായി ഭീമസേനനും ഭയം തോന്നി. എന്നിട്ട് അവരവിടെ നിന്ന് നാനാദിശകളിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ ഇവരുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് അർജുനന് സഹിച്ചില്ല. അർജുനൻ ക്രോധത്തോടുകൂടി അശ്വത്ഥാമാവിനെ വെല്ലുവിളിച്ചുകൊണ്ട് പാഞ്ഞു കയറി ചെന്നു. ഇവർക്കിടയിൽ അസ്ത്രപ്രയോഗം തുടങ്ങി. എന്നാൽ അർജുനൻ പാഞ്ഞു കയറി വന്ന് അശ്വത്ഥാമാവിനെ ആക്രമിച്ച ആ ഒരു സമയം അശ്വത്ഥാമാവ് കാത്തുനിന്നില്ല. അശ്വത്ഥാമാവ് വില്ലുയർത്തിയിട്ട് ആഗ്നേയാസ്ത്രത്തിൻ്റെ ഉഗ്രമന്ത്രങ്ങൾ ജപിക്കാനിടങ്ങി. ഈ ആഗ്നേയാസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ കർണൻ പ്രയോഗിച്ച, ദ്രോണർ പ്രയോഗിച്ച, അർജുനൻ ഈ യുദ്ധത്തിൽ ഇതിനു മുമ്പ് പ്രയോഗിച്ച ആഗ്നേയാസ്ത്രമായിട്ട് കാണരുത്. ഈ ആഗ്നേയാസ്ത്രം ഗ്രേഡ് കൂടിയ ഒരു ആഗ്നേയാസ്ത്രമാണ്. ഈ ദിവ്യാസ്ത്രങ്ങൾ 2 തരം ദിവ്യാസ്ത്രങ്ങൾ വരുന്നുണ്ട്, ഗ്രേഡ് കൂടിയതും കുറഞ്ഞതുമല്ല. ഈ ആഗ്നേയാസ്ത്രം ഭയങ്കര ഗ്രേഡ് കൂടിയ ആഗ്നേയാസ്ത്രമാണ്. കാരണം ഈ ആഗ്നേയാസ്ത്രത്തെ മന്ത്രം ജപിച്ച് ആവാഹിച്ചു കൊണ്ടിരുന്ന സമയം ദ്രോണരുടെ മകൻ അശ്വത്ഥാമാവിൻ്റെ വില്ല് ചുവന്ന രീതിക്ക് ചുട്ടുപഴുക്കുന്ന രീതിക്ക് തിളങ്ങാനൊരുങ്ങി. അതിൽ തൊടുത്തു വെച്ചേക്കുന്ന അസ്ത്രം, ആ അസ്ത്രത്തിന് നിറമാറ്റവും ചുട്ടു പഴുക്കുന്ന നിറം വന്നു. എന്നിട്ട് അതിൽ നിന്ന് എന്തൊക്കെയോ സംഭവങ്ങൾ ഇങ്ങനെ വന്ന് രൂപമാറ്റം സംഭവിച്ച് ആ അസ്ത്രം മറ്റൊരു ഘോരമായിട്ടുള്ള രൂപത്തിലായി. അങ്ങനത്തെ ഒരു അസ്ത്രം ആരും കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു ആകൃതിയായിരുന്നു ആ അസ്ത്രത്തിന്. ഈ സമയം ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് ഈ ആഗ്നേയാസ്ത്രത്തെ ആവാഹിച്ചു കൊണ്ടിരുന്ന, രാമായണത്തിലൊക്കെ പ്രയോഗിച്ച ഗ്രേഡ് കൂടിയ ആഗ്നേയാസ്ത്രമാണത്. ആ ആഗ്നേയാസ്ത്രമാണ് അശ്വത്ഥാമാവ് ആവാഹിച്ചിരിക്കുന്നത്. ആ ആഗ്നേയാസ്ത്രത്തെ ആവാഹിച്ചു കൊണ്ടിരുന്ന സമയം ആകാശം മുഴുവനും കാർമേഘം കൊണ്ട് മൂടി. ചുറ്റിനും ഭയങ്കര കൊടുങ്കാറ്റ് വീശി തുടങ്ങി. ജീവജാലങ്ങൾ എന്തോ വിപത്ത് വരാൻ പോകുന്നത് മനസ്സിലാക്കി അവിടെ വട്ടമിട്ട് പറന്നുകൊണ്ടിരുന്ന കഴുകന്മാരെല്ലാം നാനാദിശകളിലേക്ക് ഓടി. അവിടെ അടുത്തുണ്ടായിരുന്ന സമുദ്രങ്ങൾ തിളച്ചു തുടങ്ങി. അടുത്തുണ്ടായിരുന്ന ജലാശയങ്ങൾ തിളച്ചു തുടങ്ങി. അങ്ങനെ ഈ ആഗ്നേയാസ്ത്രം പൂർണ്ണമായും ആവാഹിച്ചപ്പോൾ അശ്വത്ഥാമാവിൻ്റെ രഥത്തിൽ പൂർണ്ണമായും അഗ്നിയുടെ ഒരു തേജസ്സായിരുന്നു. അശ്വത്ഥാമാവ് എന്നിട്ട് അലറിക്കൊണ്ട് ഈ ആഗ്നേയാസ്ത്രത്തെ പാണ്ഡവരുടെ സൈന്യത്തിലേക്ക് അയച്ചു. അർജുനൻ്റെ സൈന്യത്തിന് നേരെ അയച്ചു. ഈ ഒരു ആഗ്നേയാസ്ത്രം അത്രയും ഗ്രേഡ് കൂടിയ ഒരു ആഗ്നേയാസ്ത്രമാണ്. കാരണം ഈ ആഗ്നേയാസ്ത്രം വന്നപ്പോഴത്തേക്കും എത്ര ഗ്രേഡ് കൂടിയ ആഗ്നേയാസ്ത്രമെന്ന് ഞാൻ പറയാം. മനുഷ്യരല്ലാത്ത ആളുകളുമായിട്ട് അർജുനൻ ഈ ആഗ്നേയാസ്ത്രം 2 തവണ പ്രയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ചിത്രരഥന് നേരെയും മറ്റൊരെണ്ണം ചിത്രസേനന് നേരെയാണെന്ന് തോന്നുന്നു. ഈ ചിത്രസേനനുമായിട്ട് പോരാടിക്കൊണ്ടിരുന്ന സമയത്ത് അർജുനൻ ഈ ഗ്രേഡ് കൂടിയ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച സമയത്ത് കണക്കിന് ഗന്ധർവന്മാരാണ് അഗ്നിക്കിരയായി തീർന്നത്. അപ്പോൾ അത്രയും ഗ്രേഡ് കൂടിയ ആഗ്നേയാസ്ത്രമാണ് ആ അശ്വത്ഥാമാവ് എടുത്ത് പ്രയോഗിച്ചത്. ഈ ഒരു ആഗ്നേയാസ്ത്രം അതിഭയാനകമായിട്ട് അങ്ങോട്ട് ആകാശത്തിലേക്ക് പോയി പൊട്ടിത്തെറിച്ച് തീയുടെ ഒരു വലിയ തേജസ് അതിങ്ങനെ പാണ്ഡവരുടെ പടയിലേക്ക് ഇട്ടിച്ച് കയറുക. അർജുനൻ ചുറ്റിനും നോക്കിയപ്പോൾ എന്നും അഗ്നി, ആരെയും കാണാൻ കഴിയുന്നില്ല. മൊത്തവും ഇരുട്ടായി. ആ ഇരുട്ടിൽ തനിക്ക് ചുറ്റും അഗ്നി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന. അവിടെ
ഈ അഗ്നിയുടെ പ്രഭാവത്തിൽ ദ്രോണരുടെ പുത്രൻ്റെ നെറ്റിയിൽ തിളങ്ങുന്ന രത്നം മാത്രം കാണാം. മൊത്തവും ഇരുട്ട്. അങ്ങനെ ഈ ആഗ്നേയാസ്ത്രത്തിൻ്റെ പ്രഭാവം തൻ്റെ സൈന്യത്തിലൂടെ ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകളുടെ നിലവിളി ഇങ്ങനെ അലയടിച്ച് കേൾക്കുന്നുണ്ട്. ആനകളുടെ ചിഹ്നം വിളി കേൾക്കുന്നുണ്ട്. കുതിരകളിങ്ങനെ അലറി വിളിച്ചുകൊണ്ട് ഓടുന്നത് കേൾക്കുന്നുണ്ട്. ഒരു നിവർത്തിയുമില്ല. അർജുനൻ അങ്ങനെ വില്ലുയർത്തി മന്ത്രജപം നടത്തി വില്ലിൻ പിറക്കോട്ട് വലിച്ചപ്പോൾ അവിടെ ഒരു പ്രത്യേക രൂപത്തിലുള്ള ദിവ്യാസ്ത്രം ഉണ്ടായി. ആ ദിവ്യാസ്ത്രത്തിൻ്റെ ആ ഒരു ഊർജവും ആ ദിവ്യാസ്ത്രം ആവാഹിക്കുമ്പോൾ ആകാശത്തിലുണ്ടായ ഭാവമാറ്റങ്ങളുമെല്ലാം കണ്ടപ്പോൾ ചിലർക്ക് മനസ്സിലായി അത് ബ്രഹ്മാസ്ത്രമാണെന്ന്. അങ്ങനെ അർജുനൻ്റെ ഗാന്ധീവം എന്ന് പറയുന്ന വില്ലിൽ തൊടുത്തു വെച്ചിരിക്കുന്ന ബ്രഹ്മാസ്ത്രവും നിന്ന് തിളങ്ങാനിറങ്ങി. ആ ബ്രഹ്മാസ്ത്രം അർജുനൻ എയ്ത സമയത്ത് ഈ ബ്രഹ്മാസ്ത്രം ഈ ഒരു ആഗ്നേയാസ്ത്രത്തിൻ്റെ സ്രോതസ്സുണ്ടല്ലോ, ആ സ്രോതസ്സിലോട്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ പടർന്നു കിടന്നിരുന്ന അഗ്നിയെ മുഴുവനും ആ ഒരു ബ്രഹ്മാസ്ത്രത്തിലേക്ക് വലിച്ചെടുത്തു. കറങ്ങി ചെന്ന് ആഗ്നേയാസ്ത്രത്തെ ബ്രഹ്മാസ്ത്രം ശമിപ്പിച്ചു. അർജുനൻ ചുറ്റിനും നോക്കിയപ്പോൾ ഇരുട്ടെല്ലാം പോയപ്പോൾ അർജുനനും ചുറ്റിനുമുള്ള ആളുകൾക്കും കണ്ട കാഴ്ച വിശ്വസിക്കാൻ കഴിയുന്നില്ല. പാണ്ഡവരുടെ ഒരക്ഷഹുണി പടയാണ് അശ്വത്ഥാമാവ് അവിടെ നിർത്തി കത്തിച്ചത്. ഒരക്ഷഹുണിപ്പടയെ അശ്വത്ഥാമാവ് ഒരു ക്ഷണം കൊണ്ട് നശിപ്പിച്ചു കഴിഞ്ഞു. അതായിരുന്നു അശ്വത്ഥാമാവിൻ്റെ പ്രകടനം. എല്ലാവരും ഭയന്ന് വിറച്ചുകൊണ്ട് അശ്വത്ഥാമാവിനെ നോക്കി. അശ്വത്ഥാമാവിൻ്റെ കണ്ണ് നിറഞ്ഞ് ക്രോധം കൊണ്ട് അശ്വത്ഥാമാവ് ഇങ്ങനെ വിറയ്ക്കുന്നു. ദേഷ്യം വന്നിട്ട് അശ്വത്ഥാമാവ് തൻ്റെ വില്ല് രഥത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് അങ്ങ് വെച്ചു. എന്നിട്ട് കഷ്ടം, ഈ യുദ്ധത്തിനോട് എനിക്ക് പുച്ഛം തോന്നുന്നു, ഇവിടെ നിൽക്കുന്നവരോട് എനിക്ക് പുച്ഛം തോന്നുന്നു എന്നും പറഞ്ഞ് ക്രോധത്തോടുകൂടി വിഷമത്തോടുകൂടി രഥത്തിൽ നിന്ന് ഇറങ്ങി ആ യുദ്ധഭൂമിയിൽ നിന്ന് നടന്നു നീങ്ങാനൊരുങ്ങി. ഈ സമയം അശ്വത്ഥാമാവിൻ്റെ അടുത്ത് വേദവ്യാസൻ എത്തിയപ്പോഴത്തേക്കും അശ്വത്ഥാമാവ് വേദവ്യാസനെ തൊഴുതു നിന്നു. അശ്വത്ഥാമാവിനെ ചോദിച്ചു, പുത്ര എന്തു പറ്റി? വേദവ്യാസനോട് അശ്വത്ഥാമാവ് പറഞ്ഞു, മഹാമുനിയായ വേദവ്യാസ, അങ്ങത് കണ്ടില്ലേ, എൻ്റെ ആഗ്നേയാസ്ത്രമെന്ന് പറയുമ്പോഴത്തേക്കും അത് അത്രയും ശക്തി കൂടി ആഗ്നേയാസ്ത്രമാണ്. ഇതിനെ എല്ലാത്തിനെയും നശിപ്പിക്കേണ്ട ഒന്നാണ്. അർജുനനും കൃഷ്ണനും മാത്രം ഒന്നും പറ്റിയിട്ടില്ല. അതെങ്ങനെ സംഭവിച്ചു? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഇത് ശരിയല്ല എന്ന് അശ്വത്ഥാമാവ് പറഞ്ഞു. തൻ്റെ പിതാവ് മരിച്ച ദുഃഖമെല്ലാം അശ്വത്ഥാമാവ് പറഞ്ഞു. ഇതെല്ലാം കേട്ട് നിന്ന വേദവ്യാസൻ പറഞ്ഞു, അശ്വത്ഥാമാവേ, നീ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. എന്നാൽ നീ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ആ രഥത്തിൻ്റെ സാരഥിയായി ഇരിക്കുന്ന ആളെ കണ്ടോ? അതൊരു സാധാരണ വ്യക്തിയല്ല. പണ്ട് പുരാതനമായി നാരായണൻ എന്നൊരു ഋഷി ഉണ്ടായിരുന്നു. ആ ഋഷി തന്നെയാണ് ആയിരിക്കുന്നത്. ആ നാരായണൻ എന്ന് പറയുന്ന ഋഷി ഒരിക്കൽ അതിതീവ്രമായിട്ടുള്ളൊരു തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന തപസ്. ആ തപസ്സിൻ്റെ ശക്തി അധികരിച്ച് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തേജസ് അതിശക്തമായി വന്നു. അങ്ങനെയുള്ളൊരു തപസ് ചെയ്തുകൊണ്ടിരുന്ന നാരായണമുനി ഉടനെ ആകാശം മുഴുവനും നിറയുന്ന രീതിയിൽ ഒരു ശബ്ദത്തിൽ ആരോ അദ്ദേഹത്തിൻ്റെ പേര് വിളിക്കുന്നത് പോലെ തോന്നി. അദ്ദേഹം പതുക്കെ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ ആകാശത്തെക്കാട്ടി ഉയരം കൂടിയ ഒരു വലിയ രൂപത്തെയാണ് കണ്ടത്. കർപ്പൂരം പോലെ നിറമുള്ള ഒരു രൂപം. ആ രൂപമാകട്ടെ ആകാശവും കഴിഞ്ഞിങ്ങനെ നിൽക്കുന്ന ഒരു വലിയ രൂപം. ആ രൂപം ആരായിരുന്നു? ഏറ്റവും ചെറുതായിട്ടുള്ള വസ്തു എന്താണോ അതിനെക്കാട്ടിയും ചെറുത്, ഏറ്റവും വലുതായിട്ടുള്ള വസ്തു എന്താണോ അതിനെക്കാട്ടിയും വലുത്, അറിവുള്ളവരിൽ ഏറ്റവും അറിവുള്ളവൻ, ഗുരുക്കന്മാരുടെ പരമഗുരു. ഗുരുപരമ്പരകൾ തുടങ്ങുന്നത് അദ്ദേഹത്തിൽ നിന്നാണ്. എല്ലാത്തിൻ്റെയും തുടക്കം അദ്ദേഹമാണ്, എല്ലാത്തിൻ്റെയും അന്ത്യം അദ്ദേഹമാണ്. ഒരേ സമയം സൃഷ്ടി, സ്ഥിതി, സംഹാരം, അനുഗ്രഹം, തിരോധാനമെന്നീ പഞ്ചകൃത്യങ്ങൾ ചെയ്യുന്നതും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് സംരക്ഷിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് എല്ലാ ഉയിരിൻ്റെയും അന്ത്യവും. അദ്ദേഹം തന്നെയാണ് എല്ലാത്തിൻ്റെയും ആദിയും. ഇവിടെ കാണുന്ന സമസ്ത കലകളും സമസ്ത അറിവുകളുടെയും സ്രോതസ്സ് ആ മുന്നിൽ കാണുന്ന രൂപം തന്നെയാണ്. പാർവതീ മാതാവിൻ്റെ പതി, പാർവതീ മാതാവ് പാതിമേനിയായി ഉള്ളവർ. അദ്ദേഹത്തിന് 3 കണ്ണുകളായിരുന്നു, ഭസ്മം ധരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈകൾ എണ്ണമറ്റ കൈകളായിരുന്നു. ആ കൈകളിൽ പലതരത്തിലുള്ള ആയുധങ്ങളെന്ന് പറയുമ്പോൾ ദിവ്യമായിട്ടുള്ള ധനുസ്സുണ്ടായിരുന്നു, പലതരത്തിലുള്ള അസ്ത്രങ്ങളുണ്ടായിരുന്നു, വജ്രമുണ്ടായിരുന്നു, ഇന്നേ വരെ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ദിവ്യാസ്ത്രങ്ങളുണ്ടായിരുന്നു, ദിവ്യായുധങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഗദയുണ്ടായിരുന്നു, പോർക്കോടാലികളുണ്ടായിരുന്നു, കുന്തമുണ്ടായിരുന്നു, വേലുണ്ടായിരുന്നു, അതുപോലെ തന്നെ ചക്രമുണ്ടായിരുന്നു, അതുപോലെ ഇരുമ്പ് ദണ്ടുണ്ടായിരുന്നു. അങ്ങനെ കേട്ടതും കേട്ടിട്ടില്ലാത്തതും അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള എല്ലാ ആയുധങ്ങളും എല്ലാ കൈകളിലും ധരിച്ച ഒരു വലിയ രൂപം. മുടി ജടാമുടിയാണ്. അത് പൊക്കിക്കെട്ടി ജടാമകുടം പോലെ വെച്ചിരിക്കുന്നു. ആ ജടാമകുടത്തിലായിട്ട് വെട്ടിത്തിളങ്ങുന്ന ചന്ദ്രക്കല. ഒരു കണ്ണ് സൂര്യൻ, ഒരു കണ്ണ് ചന്ദ്രൻ, 3ാമത്തെ കണ്ണ് അറിവാകുന്ന അഗ്നി. കയ്യിൽ പിനാകമെന്ന് പേരുള്ള ത്രിശൂലം. ആ ത്രിശൂലം ഒരേ സമയം പിനാകമെന്ന വില്ലായി മാറും, പിനാകമെന്ന ത്രിശൂലവുമായി മാറും. ആ പിനാകമെന്ന ത്രിശൂലത്തിൽ ഒരു ഡെക്ക ഘടിപ്പിച്ചിട്ടുണ്ട്. ഭാഷകളെല്ലാം ഉത്ഭവിച്ചത് ആ ഡെക്കയിൽ നിന്നെന്ന് പറയുന്നു.
ദേവന്മാരും ഋഷിമാരും സിദ്ധന്മാരും ഭൂതഗണങ്ങളും എല്ലാം ഒരേ സമയം അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭക്തരല്ലാത്ത ആളുകൾ എങ്ങും തന്നെയില്ല. അങ്ങനെ എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണ് അദ്ദേഹം? എല്ലാത്തിൻ്റെയും തുടക്കവും എല്ലാത്തിൻ്റെയും അന്ത്യവും, എല്ലാം തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്നയാളും എല്ലാം അവസാനിച്ചതിന് ശേഷം ഉണ്ടായിരിക്കുന്നയാളും രുദ്രനായിരുന്നു. അത് സാക്ഷാൽ ശിവൻ, സാക്ഷാൽ മഹാദേവൻ തൻ്റെ വിശ്വരൂപത്തിൽ അവിടെ നിൽക്കുകയായിരുന്നു. നാരായണ മഹർഷി അവിടെ നിന്നുകൊണ്ട് മഹാദേവനെ, രുദ്രനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. മഹാദേവൻ അദ്ദേഹത്തിന് ഒരുപാട് വരദാനങ്ങൾ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഒരു യുദ്ധത്തിലും ആർക്കും അങ്ങയെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. എന്തെല്ലാം ആയുധങ്ങൾ കൊണ്ട് അങ്ങയെ മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചാലും അതൊന്നും അങ്ങയെ തടഞ്ഞു നിർത്തത്തില്ല. യുദ്ധത്തിൽ അങ്ങ് എനിക്ക് നേരെ വന്നാൽ പോലും അങ്ങേക്ക് പരാജയമുണ്ടാകത്തില്ല എന്ന് സാക്ഷാൽ മഹാദേവൻ പറഞ്ഞ ആ നാരായണനാണ് ആ രഥത്തിന് മുമ്പിലിരിക്കുന്ന സാരഥിയായിട്ടുള്ള കൃഷ്ണൻ. ഒരത്ഭുതത്തോടു കൂടി അശ്വത്ഥാമാവ് കൃഷ്ണനെ നോക്കി അദ്ദേഹം അവിടെ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നു. ആ നാരായണൻ്റെ തപസ്സിലൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ ജനിച്ചയാളാണ് നരൻ. ആ നരൻ ആരാണെന്നറിയുമോ എന്ന് അശ്വത്ഥാമാവിനോട് വേദവ്യാസൻ ചോദിച്ചു. അശ്വത്ഥാമാവ് വേദവ്യാസനെ നോക്കുന്നു. വ്യാസമുനി അദ്ദേഹത്തിൻ്റെ ദിവ്യമായിട്ടുള്ള നേത്രങ്ങൾ വാസുദേവൻ ശ്രീകൃഷ്ണൻ തെളിക്കുന്ന ആ രഥത്തിൽ നിൽക്കുന്ന യോദ്ധാവിലേക്ക് തിരിച്ചു. അശ്വത്ഥാമാവ് വ്യാസമുനി നോക്കി ആ ദിശയിലേക്ക് നോക്കിയപ്പോൾ അവിടെ സൈന്യത്തിനെ മുഴുവനും വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന അർജുനനെയാണ് കണ്ടത്. അർജുനനാണ് നരൻ. ഇതറിഞ്ഞുടനെ അശ്വത്ഥാമാവ് ഒരു അത്ഭുത സ്തബ്ധനായി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. നരനാരായണന്മാരുമായിട്ടാണോ താൻ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് എന്ന് അശ്വത്ഥാമാവ് ഇങ്ങനെ ചിന്തിച്ചു. അശ്വത്ഥാമാവ് അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്ന സമയത്ത് വേദവ്യാസൻ മറ്റൊരു കാര്യവും കൂടെ പറഞ്ഞു. അശ്വത്ഥാമാവേ, നീ ഒരു കാര്യം മനസ്സിലാക്കുക. നിന്നിലെ ഊർജവും നിന്നിലെ ക്രോധവും അതും ആ രുദ്രനിൽ നിന്ന് ജന്മമെടുത്തത് തന്നെയാണ്. അതായത് നീ രുദ്രാംശം തന്നെയാണെന്ന് അശ്വത്ഥാമാവിനോട് വേദവ്യാസൻ പറയുകയാണ്. ഇതൂടെ കേട്ടപ്പോൾ അശ്വത്ഥാമാവ് ഇങ്ങനെ സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ സംയമനം അശ്വത്ഥാമാവ് തിരിച്ചെടുത്തു. താൻ ഈ യുദ്ധഭൂമിയിലേക്ക് വന്നത് മാനസികമായിട്ടുള്ള ചിന്തകൾക്കും അപ്പുറമുള്ള എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയാണെന്ന് അശ്വത്ഥാമാവ് മനസ്സിലാക്കി. കൃഷ്ണാർജുനന്മാർ സാക്ഷാൽ നരനാരായണന്മാർ, അതായത് മഹാവിഷ്ണുവിൻ്റെ അംശങ്ങളാണ് ആ നിൽക്കുന്നതെന്ന് അശ്വത്ഥാമാവ് മനസ്സിലാക്കി. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ബഹുമാനപുരസരം അശ്വത്ഥാമാവ് കൃഷ്ണനെ നോക്കി. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് അശ്വത്ഥാമാവ് സാക്ഷാൽ മഹാദേവനെ വണങ്ങി മനസ്സുകൊണ്ട് സ്തുതിച്ചു. എന്നിട്ട് തൻ്റെ കൈ ഉയർത്തി തൻ്റെ സൈന്യത്തിനോട് തിരിച്ചു വരാനായിട്ട് നിർദ്ദേശം കൊടുത്തു. കാരണം സൂര്യാസ്തമയമായി. അശ്വത്ഥാമാവ് അങ്ങനെ സൈൻ കൊടുത്ത ഉടനെ തന്നെ ഒരു സർവ്വസൈന്യാധിപൻ ഉത്തരവ് കൊടുക്കുന്ന ആ ഒരു ഇതിൽ അവിടെ ഉണ്ടായിരുന്ന യോദ്ധാക്കളെല്ലാവരും അശ്വത്ഥാമാവിൻ്റെ സൈൻ കിട്ടിയത് ആ സമയത്ത് തന്നെ യുദ്ധം അവസാനിപ്പിച്ച് തിരിച്ചുപോയി. ഈ സമയം കൃഷ്ണൻ, അർജുനൻ ഇവർ രണ്ടുപേരും വന്ന് വേദവ്യാസനോട് സംസാരിച്ചു. അല്ലയോ വ്യാസമുനി, യുദ്ധഭൂമിയിൽ അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ച ഞാൻ കണ്ടു. ഇത് അർജുനനാണ് പറയുന്നത്. ഞാൻ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ യുദ്ധത്തിന് മുന്നിൽ, എൻ്റെ രഥത്തിന് മുന്നിലായി ഒരു ദിവ്യ പുരുഷൻ ഇങ്ങനെ ഓടുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ത്രിശൂലവും ഉണ്ടായിരുന്നു. ശൂലവും പിടിച്ചുകൊണ്ട് ഓടുന്ന ആ ഒരു യോദ്ധാവ്, ആ ഒരു ദിവ്യ പുരുഷന് ചുവന്ന നിറമായിരുന്നു. ചുവന്ന നിറമുള്ള ആ ദിവ്യപുരുഷൻ്റെ ശൂലത്തിൽ നിന്ന് ഒരുപാട് ശൂലങ്ങൾ പോകുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഹരം കൊണ്ട് ക്ഷീണിതരായ ആളുകളെ ഞാൻ വധിച്ചതുപോലെയായിരുന്നു എനിക്ക് തോന്നിയത്. ആരായിരുന്നു അത്? അങ്ങനെയാണ് ഞാൻ കണ്ടത്. എൻ്റെ മുന്നിൽ ആ രഥത്തിൽ ഓടിക്കൊണ്ടിരുന്നത് ആരായിരുന്നു എന്ന് അർജുനൻ ചോദിച്ചു. അത് കേട്ടുടനെ വേദവ്യാസൻ കണ്ണുകളടച്ച് പതുക്കെ ഒന്ന് ധ്യാനിച്ചതിന് ശേഷം പറഞ്ഞു, അർജുന, നീ ആ കണ്ടത് മറ്റാരെയുമല്ല, സാക്ഷാൽ ദേവദേവനായ മഹാദേവനെയാണ്, രുദ്രനെയാണ് നീ അവിടെ കണ്ടത്. നീ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ശ്രീരുദ്രൻ ജപിച്ചിട്ടല്ലേ യുദ്ധം പോരാടി തുടങ്ങിയത്. അദ്ദേഹം നിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന്. ഇത് കേൾക്കുമ്പോൾ ഇതിൻ്റെ ലിറ്ററൽ മീനിങ് എടുക്കരുത്. ഇതിൽ തത്വാർത്ഥമുണ്ട്. ഇത് കേട്ടിട്ട് മഹാദേവൻ യുദ്ധഭൂമിയിൽ വന്നിട്ട് കൗരവരുമായിട്ട് പോരാടി എന്നൊന്നും ലിറ്ററൽ മീനിങ് എടുക്കരുത്. കാരണം മഹാദേവനൊക്കെ യുദ്ധഭൂമിയിലോട്ട് വന്ന ഒരു സെക്കൻഡ് പോലും ആ യുദ്ധമൊന്നും കാണത്തില്ല മനുഷ്യരുമായിട്ടൊക്കെ പോരാടിയാൽ. കാരണം ഇതിൻ്റെ ലിറ്ററൽ മീനിങ് എടുക്കരുത്. ഇതിലൊരുപാട് തത്വാർത്ഥമുണ്ട്. അതൊന്നും പറഞ്ഞു തരാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. ആ തത്വാർത്ഥമല്ല, അത്രത്തോളം ഇതിൽ എക്സ്പേർട്ടായിട്ടുള്ള ജ്ഞാനികളായിട്ടുള്ള ആളുകളുണ്ട്, ഗുരുക്കന്മാരായിട്ടുള്ള ആളുകളുണ്ട്. അവരെ സമീപിച്ച് ആ ഗുരുക്കന്മാരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുക. കാരണം അതിന് അത്രത്തോളം തത്വാർത്ഥങ്ങളുണ്ട്. അതായത് നമ്മളൊരു കാര്യം ഈശ്വരനിൽ അർപ്പിച്ച് ചെയ്താൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ കൂടെ ഈശ്വരൻ അത് നമ്മുടെ കൂടെ നിന്ന് ചെയ്യുമെന്നൊക്കെ പറയത്തില്ലേ. അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ എല്ലാം ചെയ്യുന്നത് ഈശ്വരനാണ്. ശിവോദാത ശിവോഭോക്ത എന്ന് പറയും. എല്ലാം ചെയ്യുന്നത് ഈശ്വരനാണ്. ഈശ്വരൻ്റെ കയ്യിലെ ഉപകരണങ്ങൾ മാത്രമാണ് നമ്മൾ. കർണൻ്റെ കൈകൊണ്ട് ആരെല്ലാം വധിക്കപ്പെടണമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. കർണൻ അവിടെ സംഹരിക്കുമ്പോൾ അവിടെ മഹാദേവൻ തന്നെയാണ് സംഹരിക്കുന്നത്. അർജുനൻ്റെ കൈകൊണ്ട് ആരൊക്കെ വധിക്കപ്പെടണമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അർജുനൻ അവിടെ വധിക്കുമ്പോൾ അവിടെ മഹാദേവൻ തന്നെയാണ് വധിക്കുന്നത്. അർജുനൻ മഹാദേവൻ്റെ കയ്യിലൊരു ഉപകരണം മാത്രമാണ്. ഇതൊക്കെ തത്വാർത്ഥമാണ്. ഇതൊന്നും പറഞ്ഞൊരാളുടെ യോഗ്യതയോ അറിവോ ഒന്നും തന്നെ എനിക്കില്ല. അത്
അറിവുള്ള ആളുകളെടുത്ത് ഗുരുക്കന്മാരെടുത്ത് പോയി കണ്ട് ചോദിച്ച് മനസ്സിലാക്കുക, അല്ലാതെ ഫാൻ ഫൈറ്റിൽ കിടന്ന് മനസ്സിലാക്കാൻ നിൽക്കരുത്. കാരണം അത്രത്തോളം അർത്ഥം വരുന്ന സംഭവമാണിത്. അപ്പോൾ ഇവിടെ ഇതിനുശേഷം ഒരുപാട് പേജുകൾ മഹാദേവനെ സ്തുതിച്ചുകൊണ്ടുണ്ട്. അത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു എപ്പിസോഡ് ചെയ്യാനുണ്ട്. അത്രയ്ക്ക് വ്യാസമുനി മഹാദേവനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് മഹാദേവന് അത്രത്തോളം സ്തുതികളാണ് മഹാഭാരതത്തിലുടനീളം ഉള്ളത്. എന്നിട്ട് ശതരുദ്രീയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് കൃഷ്ണനും അർജുനനും കൂടെ സ്വപ്നത്തിൽ ശതരുദ്രീയം ജപിക്കുന്ന ഒരു സംഭവം പറഞ്ഞായിരുന്നല്ലോ 14-ാം ദിവസത്തെ യുദ്ധത്തിന് മുൻപ്. ആ ശതരുദ്രീയത്തെക്കുറിച്ച്, ശ്രീരുദ്രീയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഓം നമോ ഭഗവതേ രുദ്രായ നമസ്തേ രുദ്രമന്യവേ എന്ന് തുടങ്ങുന്ന എന്താ പറയുക, യജുർവേദത്തിലുള്ള ശ്രീരുദ്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്രീരുദ്രം കേൾക്കുകയോ വായിക്കുകയോ ജപിക്കുകയോ ചെയ്താൽ അത് ഉറപ്പായിട്ടും അപ്ലിഫ്റ്റിംഗ്, നമ്മളെ ഒരുപാട് അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒന്നാണെന്ന് പറയുന്നുണ്ട്. മഹാദേവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതിലൊന്നാണ് ശ്രീരുദ്രം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീരുദ്രത്തെക്കുറിച്ചും പറയുന്നുണ്ട് വേദവ്യാസൻ. അതിനുശേഷം കൗരവപ്പടയ്ക്കിടയിൽ ആരാണ് അടുത്ത സർവ്വസൈന്യാധിപനാകേണ്ടത്? ദ്രോണർ വധിക്കപ്പെട്ടുവല്ലോ. അടുത്ത സർവ്വസൈന്യാധിപനാകേണ്ടത് ആരാണ് എന്നുള്ള ഒരു സംഭാഷണം ഒരുങ്ങുകയാണ്. അടുത്തത് ആരെ സർവ്വസൈന്യാധിപനാക്കും? എല്ലാവരും പോരാട്ടത്തിൽ ദുര്യോധനൻ്റെ കൂടെ നിൽക്കാൻ സജ്ജരായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ദ്രോണർ വധിച്ചതിന് ശേഷവും ദുര്യോധനൻ്റെ ആ ഒരു സംസാരത്തിലൂടെ തൻ്റെ കൂടെയുള്ളായിരുന്ന ക്ഷത്രിയന്മാർക്കെല്ലാം ദുര്യോധനൻ ധൈര്യം കൊടുത്തു. എന്നിട്ട് അടുത്തത് ആരെ എന്താ പറയുക സർവ്വസൈന്യാധിപനാക്കാം എന്ന് പറഞ്ഞ സമയത്ത് അശ്വത്ഥാമാവ് അവിടെ നിന്നുകൊണ്ട് പറയാനിരങ്ങി. നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ കർമ്മം ചെയ്താലും നടക്കേണ്ടത് എന്താണെന്ന് വിധി തീരുമാനിച്ചിട്ടുണ്ട്, അതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്നും അശ്വത്ഥാമാവ് പറയുന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ കൗരവസേനയെ നയിക്കാൻ ഇപ്പോൾ യോഗ്യനും കെൽപ്പുമുള്ളവനായിട്ട് എനിക്ക് തോന്നുന്നത് അംഗരാജൻ കർണനെയാണ്. അതുകൊണ്ട് വൈകർത്തനൻ കർണനെ സർവ്വസൈന്യാധിപനായി പട്ടാഭിഷേകം ചെയ്താലും എന്ന് അശ്വത്ഥാമാവ് പറഞ്ഞു. അശ്വത്ഥാമാവ് പറഞ്ഞത് കേട്ട ഉടനെ തന്നെ ദുര്യോധനൻ സന്തോഷത്തോടു കൂടി ചെന്ന് പറഞ്ഞു, അതിരഥന്മാരായിട്ടുള്ള ഭീഷ്മരെയും ദ്രോണരെയും വീഴ്ത്തി, എന്നാൽ അവരെക്കാട്ടിയും ശ്രേഷ്ഠനായി ഞാൻ അങ്ങയെ കാണുന്നു. അങ്ങ് നമ്മുടെ സർവ്വസൈന്യാധിപനായി വന്നാൽ വിജയം നമുക്ക് സുനിശ്ചിതമാണ്, ഉറപ്പായിട്ടും സർവ്വസൈന്യാധിപനായി വരണം എന്നും പറഞ്ഞ് കർണനുമായിട്ട് ദുര്യോധനനൊരു സംഭാഷണമുണ്ട്. ദുര്യോധനൻ പറഞ്ഞത് കേട്ടുടനെ തന്നെ അംഗരാജൻ കർണം പറഞ്ഞു, നിസ്സംശയം ഞാൻ പറയുന്നു, ഞാൻ ഉറപ്പായിട്ടും അങ്ങയുടെ സർവ്വസൈന്യാധിപനാകുന്നതായിരിക്കും മിത്രമേ ദുര്യോധന. അതുമാത്രമല്ല, പാണ്ഡവരെ ഞാൻ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും, സംശയിക്കേണ്ട. കൃഷ്ണനെയും അർജുനനെയും ഞാൻ പരാജയപ്പെടുത്തുന്നതായിരിക്കും, പാണ്ഡവരെ ഞാൻ പരാജയപ്പെടുത്തുന്നതായിരിക്കും എന്ന് കർണൻ പറഞ്ഞു. അങ്ങനെ വിധിപ്രകാരം അവിടെ ഒരു പീഠമെല്ലാം വെച്ച് കർണനെ സർവ്വസൈന്യാധിപനായിട്ട് പട്ടാഭിഷേകം ചെയ്തു. കർണൻ പൊൻചട്ടയെല്ലാം അണിഞ്ഞ് കയ്യിൽ തൻ്റെ ശക്തമായിട്ടുള്ള വില്ലുമേന്തി ആ രഥത്തിൽ കയറി ഇങ്ങനെ നിന്നപ്പോൾ ആ രഥത്തിൽ അത്രത്തോളം ആയുധങ്ങളെല്ലാം നിരത്തി വെച്ചു. പടത്തലയ്ക്കൽ കർണൻ കൗരവപ്പടയ്ക്ക് മകരവ്യൂഹം ചമയ്ക്കുവാനായിട്ടുള്ള ഉത്തരവ് കൊടുത്തു. മകരവ്യൂഹം ചമച്ചതിന് ശേഷം പടത്തലയ്ക്കൽ കർണൻ കയറി നിന്നപ്പോൾ കർണൻ ആ നിൽക്കുന്ന നിൽപ്പ് കണ്ടപ്പോൾ ആ കോൺഫിഡൻസിൽ കൗരവർ ദ്രോണരൊക്കെ മരിച്ച കാര്യങ്ങൾ അങ്ങ് മറന്നുപോയി. ദ്രോണര് മരിച്ച കാര്യങ്ങൾ മറന്നുപോയി. കാരണം കൗരവപ്പടയ്ക്ക് കർണനെ കണ്ടപ്പോൾ ഒരു ധൈര്യമുണ്ടായി. അങ്ങനെ കർണൻ മകരവ്യൂഹം ചമച്ച് തയ്യാറായി നിന്ന സമയത്ത് യുധിഷ്ഠിരൻ അർജുനനെ നോക്കിയിട്ട് അവർക്ക് വേണ്ട വ്യൂഹം ചമയ്ക്കാനായിട്ട് പറഞ്ഞു. അവിടെ അംഗരാജൻ കർണൻ പൂർണ്ണ ഊർജ്ജസ്വലനായിട്ട് പോരാടാൻ തയ്യാറായി നിൽക്കുകയാണ്. നമുക്കായിട്ടുള്ള വ്യൂഹം ചമച്ചാലും എന്ന് അർജുനനോട് പറഞ്ഞു. അർജുനൻ ക്ഷണനേരം കൊണ്ട് അവിടെ അർദ്ധചന്ദ്രവ്യൂഹം സ്ഥാപിച്ചു. അർദ്ധചന്ദ്രവ്യൂഹത്തിൻ്റെ ഒരു ഭാഗത്ത് പടത്തലയ്ക്കൽ നിൽക്കുന്നത് വൃകോദരൻ ഭീമസേനൻ, മറ്റൊരു ഭാഗത്ത് പടത്തലയ്ക്കൽ നിൽക്കുന്നത് ദൃഷ്ടദ്യുമ്നൻ. അർജുനൻ ഈ ഒരു പടയുടെ നടുക്ക്, അതായത് ഏറ്റവും ഫ്രണ്ടിൽ നടുക്കായിട്ട് നിന്നു കർണനുമായിട്ട് ഏറ്റുമുട്ടാനായിട്ട്. അതായത് അവിടെ പടത്തലയ്ക്കൽ കർണനെങ്കിൽ ആ കർണനെ നേരിടാൻ പറ്റുന്ന അതേ പോയിന്റിൽ അർജുനൻ നിലയുറപ്പിച്ചു. പാണ്ഡവരുടെ സൈന്യത്തെക്കുറിച്ച് ഞാനൊന്ന് എടുത്തു പറയുക കേട്ടോ. അതിനൊരു കാരണമുണ്ട്. ഭീമസേനൻ നിൽക്കുന്ന ആ ഭാഗത്തായിട്ട് ചോളന്മാരും പാണ്ഡ്യന്മാരും കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള ക്ഷത്രിയന്മാരും യോദ്ധാക്കളുമുണ്ട്. കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള യോദ്ധാക്കളെയും ചോളന്മാരെയും പാണ്ഡ്യന്മാരെയൊക്കെ വർണ്ണിക്കുന്നുണ്ട്. നല്ല ഉയരമുള്ള നീളമുള്ള കൈകളുള്ള വിരിഞ്ഞ നെഞ്ചുകളുള്ള നല്ല ശക്തന്മാരായിട്ടുള്ള ശരീരമുള്ള യോദ്ധാക്കൾ. അങ്ങനെ ചോളദേശത്തിൽ നിന്നും പാണ്ഡ്യദേശത്തിൽ നിന്നും കേരളദേശത്തിൽ നിന്നും വന്നിട്ടുള്ളവർക്ക് നല്ല ഉയരവും നല്ല ഭംഗിയുമൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൈകളിൽ ചന്ദനം കൊണ്ട് പൂശിയിട്ടുണ്ടായിരുന്നു, നല്ല മണമുള്ള ചന്ദനം കൊണ്ട് പൂശിയിട്ടുണ്ടായിരുന്നു. ചിലവരുടെ കയ്യിൽ ശക്തമായ വില്ലുകളുണ്ട്, ആവനാഴി നിറ ചമ്പുകളുണ്ട്. അങ്ങനെ പല ആയുധങ്ങളൊക്കെ ഏന്തി അവർ സജ്ജമായി നിൽക്കുകയാണ്. നമ്മുടെ കേരളത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ. ചോള, പാണ്ഡ്യ, കേരള. ഇതിൻ്റെ കൂടെ ആന്ധ്രാദേശത്തിൽ നിന്ന് വന്ന സൈനികരുണ്ട്, ആന്ധ്രാദേശത്തിൽ നിന്ന് വന്ന ക്ഷത്രിയരുണ്ട്. അവരെ നയിക്കുന്നത് സാത്യകിയാണ്. അവരും മഹാവീരന്മാരാണ്. ഈ ഒരു പട പാണ്ഡവരുടെ കൂടെയുണ്ട്. അപ്പോൾ നമ്മുടെ ദേശത്തു നിന്ന് വന്ന ആളുകളെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാനിവരെ എടുത്തു പറഞ്ഞത് കേട്ടോ. അപ്പോൾ
അങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പരം പോരാടി ഗംഭീരമായിട്ടുള്ളൊരു പോരാട്ടം തുടങ്ങി. ബാക്കി അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ